പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 22-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നന്മയുടെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി ഏവരെയും അതാത് സ്ഥാനങ്ങളിൽ സർവശക്തനായ ദൈവം കാത്തു പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. ജഡ്ജസ് ചാപ്റ്റർ 2 വേഴ്സ് 10 നാം ഇപ്രകാരം വായിക്കുന്നു: പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. യോശുവയുടെ അന്ത്യ സമയങ്ങൾ അടുത്തു. ദൈവിക നിയോഗമനുസരിച്ച് ഇസ്രായേൽ ജനത്തെ മോശയ്ക്ക് ശേഷം നയിച്ച് തങ്ങളുടെ വാഗ്ദത്ത നാടായ കനാനിൽ എത്തുന്നു. ഇതാ, ഗിൽഗാലിൽ നിന്നും ബോഖീമിലേക്ക് യഹോവയുടെ ദൂതൻ വന്ന് യോശുവയോടും ജനത്തോടും ഒരു അരുളപ്പാട് പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, മിസ്രൈമിൽ നിന്നും നിങ്ങളെ വിടുവിക്കുമെന്നും നിങ്ങളുടെ സ്വന്തം ദേശത്ത് എത്തിക്കുമെന്നും ഞാൻ പറഞ്ഞ നിയമം ലംഘിക്കാതെ ദൈവം പാലിച്ചു. എന്നാൽ ദൈവം തന്റെ ജനമായ ഇസ്രായേലിനോട് പറഞ്ഞത് ഇസ്രായേൽ ജനം പാലിച്ചില്ല. അവർ മറ്റുള്ള ജാതികളുമായി ഉടമ്പടി ചെയ്തു. അതുകൊണ്ട് അവരുടെ വിലാപ്പുറത്ത് ഒരു മുള്ളായി ഭവിക്കത്തക്കവണ്ണം ദൈവം അവരോട് ഇടപെടും. അതിനുശേഷം നാം വായിക്കുന്നു, യോശുവ 110 വയസ്സുള്ളവനായി ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു. അങ്ങനെ ഇന്നത്തെ വാഗ്ദത്ത വചനമായ 10-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ 2 തലമുറയെക്കുറിച്ച് ഈ വാക്യത്തിൽ വ്യക്തമായി പരാമർശിക്കുന്നു. ഒന്ന്, ദൈവത്തെയും ദൈവപ്രവൃത്തിയെയും നേരിട്ട് അനുഭവിച്ച് രുചിച്ചറിഞ്ഞ ഒരു തലമുറ. 2, ഇസ്രായേലിന്റെ ദൈവത്തെ അറിയാത്തവരും ദൈവപ്രവൃത്തിയിൽ യാതൊരുവിധ മുന്നറിവില്ലാത്തതുമായ മറ്റൊരു തലമുറ. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ വാഗ്ദത്ത വചനമാണ് എന്നതിൽ ഞാൻ തികച്ചും ബോധവാനാണ്. എന്നാൽ വളരെ വേദനയോടെ പറയട്ടെ, ഇത് ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വചനമല്ലേ? നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ അറിഞ്ഞത് മുഖാന്തരം, ദൈവവേലയിൽ നിന്നത് മുഖാന്തരം, ദൈവസഭയോടും ദൈവമക്കളോടും ദൈവത്തോടും ആദരവ് കാണിച്ചത് മുഖാന്തരം, ദൈവഭയത്തോടെ ജീവിച്ചത് മുഖാന്തരം അടുത്ത തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. എല്ലാ നന്മകളും നൽകി. വചനം എന്ത് വിഭാവന ചെയ്തതുപോലെ ലോകത്തിന്റെ എല്ലാ വൻകരകളിലും ദൈവം അവരെ അയച്ച് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സാമൂഹികമായും എല്ലാ മേഖലകളിലും ദൈവം അവരെ ഉയർത്തി. ഒരു വിധത്തിൽ പറഞ്ഞാൽ 40-50 വർഷം പുറകിലുണ്ടായിരുന്ന നമ്മുടെ കേരളത്തിന്റെ ചെറുവീടുകൾ ഇന്ന് ആർക്കും അറിയാൻ പറ്റാത്ത വിധത്തിൽ ദൈവം മാറ്റി വലിയ വലിയ മാളികകളിലേക്ക് ഉയർത്തി. എല്ലാം നല്ലത് തന്നെ. പക്ഷേ അങ്ങനെ ദൈവത്തെ അറിഞ്ഞ തലമുറ ഇന്ന് കൊഴിഞ്ഞുപോയി, പിതാക്കന്മാരോട് ചേർന്നു. എന്നാൽ ഇന്നിന്റെ തലമുറ
എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ച് അതിന്റെ കൊഴുപ്പിൽ സ്വന്തം ഇഷ്ടങ്ങൾ ചെയ്ത് ദൈവമില്ല എന്ന് തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവമില്ലാത്ത അന്നിന്റെ ഇസ്രയേൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ പുതിയ നിയമ ഇസ്രയേൽ എന്ന് ഞാൻ നിങ്ങളെ അഭിമാനത്തോട് പറയുന്ന പുത്തൻ തലമുറ ദൈവമില്ലാതെ പോകുന്നു, ദൈവഭയമില്ലാതെ പോകുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാരെ നടത്തിയത് മറന്നുപോയ ഒരു തലമുറ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഓരോ ദിവസത്തെയും ദൃശ്യ പത്ര മാധ്യമ പ്രവർത്തകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. താഴോട്ട് വായിക്കുവാനും തുടർന്ന് കേൾക്കുവാനും ഭീതിയുളവാക്കുന്ന വേദനാജനകമാകുന്ന നൂതന നിലകളിലുള്ള ക്രൂരകൃത്യങ്ങൾ, അതിനിഷ്ഠൂരമായ ക്രൂരകൃത്യങ്ങൾ. ജന്മം നൽകിയ മാതാപിതാക്കളെ ഉൾപ്പെടെ ഒരു കൊച്ചു കാര്യത്തിന് പോലും വൈരാഗ്യവും പകയും മനസ്സിൽ വെച്ച് മറ്റുള്ളവരോട് അതിഭീകരമായ നിലയിൽ ഇടപെടുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഒരു തലമുറ. എന്താണ് ഇതിന്റെ കാരണം? ഈ വാക്യത്തിൽ സ്പഷ്ടമാണ്. ഒന്നാമത്തെ തലമുറ, പഴയ തലമുറ, ദൈവത്തെയും ദൈവപ്രവൃത്തിയെയും അറിഞ്ഞ തലമുറയാ. അവർ പിതാക്കന്മാരോട് ചേർന്നുവെന്ന് വചനം പറയുന്നു. പ്രിയമുള്ളവരെ, അവർക്ക് എത്താൻ ഒരു സ്ഥലമുണ്ട്, അവർക്ക് ചെന്ന് ചേരാൻ ഒരു ലക്ഷ്യ സ്ഥാനമുണ്ട്, അവരുടെ ഉള്ളിൽ ഒരു വലിയ പ്രത്യാശയുണ്ട്. അതെ, ഞാൻ ഇന്ന് മരിച്ചാലും എന്ന് മരിച്ചാലും എനിക്കെത്താൻ ഒരിടമുണ്ട്. എന്റെ പിതാക്കന്മാർ ചെന്ന് ചേർന്ന ഇടങ്ങളിൽ ഞാൻ ചെന്ന് ചേരും. ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഒക്കെ മരണത്തിൽ നാം വായിക്കുന്നത് അവരൊക്കെ പിതാക്കന്മാരോട് ചേർന്നു, പിതാക്കന്മാരോട് ചേർന്നു, പിതാക്കന്മാരോട് ചേർന്നെന്നാണ്. അതേ പ്രിയമുള്ളവരെ, യോശുവ ഉൾപ്പെടെ ഈ പഴയ നിയമ ഭക്തന്മാരെ ഒക്കെ അങ്ങനെയാണ് എഴുതി ചേർത്തിരിക്കുന്നത്. എന്നാൽ അടുത്ത തലമുറ, ദൈവത്തെ അറിയാത്ത, ഇസ്രായേലിന് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അറിയാത്ത ഒരു തലമുറ, ആ തലമുറ ആരോട് ചേരും? എവിടെ ചെന്ന് ചേരും? ഇന്നും ആർക്കും അറിയുകയില്ല. അവര് ലോകത്തിൽ തന്നെ ജീവിക്കുമ്പോൾ എവിടെ, എപ്പോൾ, എങ്ങനെ, എവിടെ ചെന്ന് ചേരുമെന്ന് ഒരു പിടിയുമില്ല. പിന്നെയല്ലേ മരണശേഷം അഥവാ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ അത്ര ഭീകരമായ ഒരു ലോകത്തിലാ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ പ്രസക്തി എവിടെയാണ്? ഇമ്പോർട്ടൻസ് എവിടെയാണ്? എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്റെ സഹോദരങ്ങളെ, നമ്മുടെ തലമുറയോട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആൺമക്കളോടും പെൺമക്കളോടും നമ്മെ നടത്തിയ വിധങ്ങളെ പറയുവാൻ മറക്കരുത്. അവരെ വിളിച്ചിരുത്തി ഒന്നിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ച് നമ്മുടെ പിതാക്കന്മാരെ ദൈവം നടത്തിയത്, ഇന്ന് വരെ എത്തിച്ചത്, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നന്മ, നിങ്ങൾ ഇന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നത്, എഞ്ചിനീയറിംഗിനും MBBS-നും അങ്ങനെ ബിരുദാനന്തര പഠനങ്ങൾക്കൊക്കെ പോകുന്നത്, ഇതൊക്കെ ദൈവം നടത്തിയ വിധങ്ങളാണ് കുഞ്ഞെ എന്ന് പറയുവാൻ മറക്കരുത്. അല്ലാതെ ഞങ്ങളുടെ കുടുംബം ഏതാണെന്ന് അറിയാമോ, ഞങ്ങൾ ഇന്ന കുടുംബത്തിലേതാ, ഇങ്ങനെ കുടുംബശ്രേഷ്ഠത പറഞ്ഞ് പിള്ളേർക്ക് വേണ്ടാത്ത പോയിസൺ കുത്തിക്കൊടുത്ത് കുഞ്ഞുങ്ങളെ ദൈവമില്ലാത്തവരാക്കി തീർക്കരുത്. വാശിയും വൈരാഗ്യവും കോപവുമുള്ള അടുത്തൊരു തലമുറയല്ല നമുക്ക് വേണ്ടത്. ദൈവത്തെ അറിയുന്ന തലമുറ, ദൈവസന്നിധിയിൽ ചെന്നു ചേരുന്ന തലമുറ. നമ്മെ വിട്ട് പഠനത്തിനായിക്കൊള്ളട്ടെ, ജോലിക്കായിക്കൊള്ളട്ടെ, കുടുംബജീവിതത്തിനായിക്കൊള്ളട്ടെ, പേരൻസിനെ വിട്ട് ഈ ലോകത്തിന്റെ ഏത് കോണിൽ അവർ ഒറ്റയ്ക്കായിട്ടോ കൂട്ടമായിട്ടോ കുടുംബമായിട്ടോ പാർത്താലും അവർ ദൈവത്തെ വിളിക്കണം. ദിനംതോറും വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധനയിൽ സംബന്ധിക്കണം, വിശുദ്ധ മേശ അനുഭവിക്കണം, ദൈവസഭയുമായി ബന്ധപ്പെടണം. കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ വ്യക്തിപരമായും
കുടുംബ പ്രാർത്ഥനയും നിലനിർത്തുന്നവരായിരിക്കണം. ഇത് മാതാപിതാക്കളാകുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കണം, അവരെ ബോധ്യപ്പെടുത്തണം. അതിന്റെ ഗൗരവം അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് പേരൻസ് ആകുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ അമേരിക്കയിലും ഗൾഫ് ഐക്യ നാടുകളിലും ഇന്ത്യയുടെ വിവിധ സ്ഥാപനങ്ങളിലും ഉന്നതമായ കമ്പനിയിൽ വലിയ അക്ക ശമ്പളത്തോടെ അവർ ജോലി ചെയ്യുന്നു. അവരയക്കുന്ന 25,000 50,000 രൂപ മേടിച്ച് വലിയ ഗമയിൽ നടന്നാലും ജീവിച്ചാലും മാത്രം പോരാ. അവരുടെ കാശ് ഓരോ പ്രാവശ്യം നമുക്ക് വരുമ്പോഴും കുഞ്ഞുങ്ങളെ കൈവാങ്ങുമ്പോഴും, കുഞ്ഞെ ഇത് ദൈവം തന്നതാണ്, ഇതിന്റെ ദശാംശം ദൈവത്തിനും ദൈവവേലയ്ക്കും കൊടുക്കണം, ഇതിന്റെ സമയം ദൈവത്തിന് കൊടുക്കണം, ആരോഗ്യം കൊടുക്കണം, ഭവനം കൊടുക്കണം, താലന്ത് കൊടുക്കണം, കുഞ്ഞുങ്ങളെ കൊടുക്കണം. ഇത് ഉത്തരവാദിത്വത്തോടെ പേരൻസ് പറയണം. അല്ലാതെ എന്റെ കഷ്ടപ്പാടിനും ദുരിതത്തിനും ദൈവം മക്കളിൽ കൂടെ നന്മ നൽകി. ശരിയാണ്. കാരണം ഇന്നത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, ദൈവം തന്റെ വാഗ്ദത്തം ലംഘിക്കാതെ ഇസ്രയേലിനോട് അത് പാലിച്ചു. പക്ഷേ ഇസ്രയേൽ ജനം പാലിച്ചില്ല. അവർ അന്യ ദൈവങ്ങളെ ആരാധിച്ചു. താഴോട്ടുള്ള ഭാഗം 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം. അവർ ബാലിനും അസ്താരോത്ത് പ്രതിമകൾക്കും അവർ യാഗം കഴിച്ചു. ദൈവത്തിൽ നിന്നും അകന്നുപോയി. എന്താ കാര്യം? ദൈവമറിയാത്ത അടുത്ത തലമുറ വന്നു. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറയാത്തത് കൊണ്ടാണ്, ഞാൻ അവരെ അതിന്റെ ഗൗരവം ബോധ്യമാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തലമുറ യേശുവിനെ അറിയുന്ന തലമുറയാകണം. ദൈവസന്നിധിയിൽ നമ്മുടെ പിതാക്കന്മാരുടെ അടുക്കൽ എത്തിച്ചേർന്നതായിരിക്കണം. അതെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്ക് എഴുന്നേൽക്കുന്നവരായിരിക്കണം. അതെ, 1 തെസ്സലോനി 4:16-17 പറയുന്നത് പോലെ, അതെ, കാഹളം ധ്വനിക്കുമ്പോൾ മുമ്പേ ക്രിസ്തുവിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ കൂട്ടത്തിൽ നാമും നമ്മുടെ തലമുറയും ഉയർത്തെഴുന്നേൽക്കണം. അല്ല, നമ്മുടെ കാലഘട്ടത്തിലാ വരുന്നതെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട് യേശുവിനെ സ്വീകരിക്കുവാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടണം. അല്ലാതെ ഞാൻ നിങ്ങൾ ഈ ലോകത്തിൽ എന്ത് ചെയ്താലും, എത്ര സത്കർമ്മം ചെയ്താലും, എത്ര ചാരിറ്റി ചെയ്താലും ഒരു കാര്യവുമില്ല. ദൈവത്തെ അറിയണം. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം കാലഘട്ടത്തിന് യോജിച്ച ഒരു വെല്ലുവിളി നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് നമ്മുടെ തലമുറയെ ദൈവ ഭയത്തിൽ വളർത്താം, ദൈവബോധത്തിൽ വളർത്താം, ദൈവവചനത്തിൽ വളർത്താം. അങ്ങനെ ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ദേശത്തിനും രാഷ്ട്രത്തിനും മാതൃകയും അനുഗ്രഹമുള്ളവരായി തീരുകയും അവരുടെ നിത്യത, ഹല്ലേലൂയ, ദൈവത്തോടുകൂടി ചെലവഴിക്കുന്നതായി തീരണം, പിതാക്കന്മാരോടുകൂടി ചെലവഴിക്കുന്നതായി തീരണം. അല്ലാതെ അവരുടെ നിത്യത പിശാചിനോടുകൂടി നിത്യ ദണ്ഡനത്തിലാവരുത്. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ ഞാൻ നിങ്ങളും ഇന്ന് ഉണർന്നെഴുന്നേൽക്കണം. നാം നിശ്ചയമായും ഒരു ചുവട് മുൻപോട്ട് വെക്കണം. അഡ്വാൻസ് ടെക്നോളജി, പുതിയ പുതിയ മാധ്യമങ്ങൾ, മൊബൈലുകൾ ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുമ്പോൾ 66 അറയുള്ള ജീവന്റെ വചനമായ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനം കൊടുക്കുവാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ അടുത്ത തലമുറ ദൈവത്തെ അറിയുന്ന തലമുറയായി ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അവരുടെ പ്രതികൂലം വരുമ്പോൾ, ഭാരം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ ഗൂഗിളിനെ അല്ല ആശ്രയിക്കേണ്ടത്. അവരുടെ പ്രായത്തിലുള്ള വിഡ്ഢിത്തരം പറഞ്ഞ് അവരെ ചതിക്കുന്ന തക്ക പ്രായത്തിലുള്ള കൂട്ടുകാരുടെ ഉപദേശമല്ല അവർ സ്വീകരിക്കേണ്ടത്. ദൈവമക്കളുടെ, ദൈവവചനത്തിന്റെ, പിതാക്കന്മാരുടെ, മൂപ്പന്മാരുടെ ഉപദേശം കൈക്കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മുടെ തലമുറയെ ദൈവഭയത്തിൽ വളർത്താം, ദൈവകൃപയിൽ വളർത്താം. അങ്ങനെ ദൈവത്തിൽ നിന്നും
അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാനും കർത്താവിൽ വളരുവാനും അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ ജനത്തിന്റെ 2 തലമുറകളെ കുറിച്ച് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രമപ്പ. ഒരു തലമുറ ദൈവഭയത്തിൽ, ദൈവപ്രവൃത്തിയിൽ, ദൈവകൃപയിൽ ജീവിച്ച് പിതാക്കന്മാരോട് ചേർന്നപ്പോൾ അടുത്ത തലമുറ ദൈവത്തെ അറിയാത്തവരായി, ദൈവം തങ്ങളുടെ പിതാക്കന്മാർക്ക് ചെയ്തത് തിരിച്ചറിയാത്തവരായി ദൈവമില്ലാത്ത ഒരു തലമുറ വരികയും തന്മൂലം ദൈവം അവരെ ദണ്ഡിപ്പിക്കുകയും ചെയ്തത് ഞങ്ങൾ വചനത്തിൽ കൂടെ വായിക്കുകയും കേൾക്കുകയും ചെയ്തുവല്ലോ. അപ്പാ, ഞങ്ങളുടെ നിത്യത ആരോടുകൂടെ എവിടെയായിരിക്കും, ഞങ്ങളുടെ തലമുറ ഏത് നിലയിലായിരിക്കുമെന്ന് ചിന്തിക്കുവാൻ, ഒരു വലിയ മടങ്ങിപ്പോക്കിലേക്ക് എത്തുവാൻ, ഒരു വീണ്ടും വിചാരത്തിലേക്ക് എത്തുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ പിതാക്കന്മാര് ചെന്ന് ചേർന്നിടത്ത് ഞങ്ങളും എത്തുവാൻ, ഞങ്ങൾ എത്തുന്നിടത്ത് ഞങ്ങളുടെ തലമുറയും എത്തുവാൻ, കർത്താവിന്റെ വരവ് വരെ ഞങ്ങളുടെ തലമുറ നിത്യതയ്ക്ക് യോഗ്യരായി തീരുവാൻ ഇടയാക്കണമേ. ഇന്നത്തെ വാഗ്ദത്ത വചനങ്ങളെ കേൾപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി സ്വയം ശോധന ചെയ്ത് ദൈവം നാം മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. സ്വർഗീയ നന്മകൾ കൊണ്ട് ഞങ്ങളെ പൊതിയണം. എല്ലാ അനുഗ്രഹങ്ങളും നിറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, വളരെ ഗൗരവമേറിയ ഒരു വെല്ലുവിളി നിറഞ്ഞ വാക്യമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് വാഗ്ദത്ത വചനത്തിൽ കൂടെ നൽകിയത്. ഞാൻ എന്റെ പിതാക്കന്മാരോട് ചേരുമോ? എന്റെ തലമുറ എവിടെ ചെന്ന് ചേരും? ഇത് വളരെ ഗൗരവത്തോടെ കാണണം. ഇന്നത്തെ വാഗ്ദത്ത വചനം കേൾക്കുന്നവർ കേട്ട് എനിക്ക് മാർക്കിടുകയല്ല, സ്വന്തം ഭവനത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. പോരായ്മകളുണ്ടെങ്കിൽ ഇന്ന് തന്നെ പരിഹരിക്കണം. കഴിവതും നിങ്ങൾ എല്ലാവരും ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം വായിക്കണം. എന്താണ്, എവിടെയാണ് കുഴപ്പം പറ്റിയത് തിരിച്ചറിയണം. യഥാസ്ഥാനപ്പെട്ട് നമ്മുടെ തലമുറ നമ്മിൽ നിന്ന് ദൂരെ ആയിരിക്കാം. അവർ വിളിക്കുമ്പോൾ അവരോട് ചോദിക്കണം, കുഞ്ഞെ പ്രാർത്ഥിച്ചോ, വചനം വായിച്ചോ, ദൈവമായിട്ടുള്ള നിന്റെ ബന്ധം എങ്ങനെയുണ്ട്? ഇത് പേരൻസിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും അഴിഞ്ഞു മാറുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നിലേക്ക് ഇറങ്ങിത്തിരിക്കാം. നമ്മുടെ പ്രശ്നങ്ങൾക്കും, നമ്മുടെ ഭാരങ്ങൾക്കും, നമ്മുടെ പ്രതികൂലങ്ങൾക്കും, നമ്മുടെ ടെൻഷനും, നമ്മുടെ ഡിപ്രഷനും ഒക്കെ ദൈവത്തെ അറിയുന്നത് മാത്രമേ ഉള്ളൂ പരിഹാരം. ആ പരിഹാരം ജീവിതത്തിൽ ഒരു നിത്യപരിഹാരമാക്കിക്കൊണ്ട് ദൈവകൃപയോടെ ജീവിപ്പാൻ ജീവജലം ശ്രമിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം ഏറെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടികുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.